അന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനൊരു വൈകുന്നേരം ഒരു 7:30 ആയപ്പോഴേക്കും ഞാൻ ജസ്റ്റ് എനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ചുമ്മാ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നപ്പോഴേ ഞാനിങ്ങനൊരു ഒരു തംബ്നെയിൽ കണ്ടേ. അതായത് കിച്ചുവിൻ്റെ യഥാർത്ഥ അമ്മ ഞാനാന്നും പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അയ്യോ, കിച്ചുവിൻ്റെ അമ്മ ദൈവമേ ഇവരാണോ? അപ്പം ശാലിനി ആരാ? ഇതൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ഭയങ്കര ഒരു നിമിഷം ഞാൻ സ്റ്റക്കായിപ്പോയി കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളല്ലോ. സുധിയെ, കൊല്ലം സുധി, രേണു, കിച്ചു, ശാലിനി, വീണ, ഇങ്ങനെ കുറേ ആൾക്കാരുടെ പേര് കേട്ട് കേട്ട് നമ്മളിപ്പോൾ അത് തന്നെയാണ് നമ്മുടെ മൈൻഡിനകത്തെ. അപ്പം ഞാൻ ഓർത്തു, അയ്യോ കിച്ചുവിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? എൻ്റെ ദൈവമേ, എനിക്ക് വലിയൊരു സന്തോഷം പോലെ തോന്നിയേ. കാരണം കിച്ചുവിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ അപ്പനും അമ്മ ഇല്ലെന്നല്ലേ പറയുന്നത്. അപ്പം ഞാൻ അയ്യോ കിച്ചുവിൻ്റെ അമ്മയുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിനകത്ത് എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷ തോന്നി. അങ്ങനെ ഞാനത് മൊത്തം ഓപ്പൺ ആക്കിയ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ആ കിച്ചുവിൻ്റെ അമ്മ ശാലിനി എന്ന് പറഞ്ഞ സ്ത്രീ അവർ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ഇന്നുണ്ടായിരുന്നെങ്കിൽ അവർ ഈ മകനെ നോക്കത്തില്ലല്ലോ. ഈ മകനെ അവർ നല്ല പ്രായത്തിൽ, അതായത് കുഞ്ഞു പ്രായത്തിൽ ഇട്ടിട്ട് പോയതല്ലേ ആ സ്ത്രീ. പ്രസവിച്ചു എന്നൊരു കടമ മാത്രമേ അവർ ചെയ്തുള്ളൂ. 9 മാസം വയറ്റിലിട്ട് അവർ ആ കുഞ്ഞിനെ വഹിച്ച് നടന്ന് അവസാനം പ്രസവിച്ചതിന് ശേഷം അവരങ്ങ് പോയില്ലേ. അവർക്ക് ആ സമയത്ത് ആരോടോ ഇഷ്ടം തോന്നി, കാമം തോന്നി, അവരവരുടെ കൂടെ പോയി. അപ്പം അവർ പോയ അവരുടെ കാമുകനെന്ന് പറയുന്നത്, എല്ലാവരും കാമുകൻ്റെ അമ്മ ഒരു ആർട്ടിസ്റ്റ് ആണെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ഈ ഈ ഈ സ്ത്രീയുടെ പേര് ഇന്ദു എന്നാണ്. ഇവർ നല്ല ഒരു മനുഷ്യത്വമുള്ള ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ സംസാരത്തിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ നല്ല കൾച്ചറോടുകൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ചെറുപ്രായത്തിൽ അപ്പനും അമ്മയും ചെറിയ ജോലിക്കൊക്കെ പോകുമ്പോൾ അവരെ എടുത്തോണ്ട് നടക്കുന്ന, അവരെ ആ സമയത്ത് നോക്കുന്ന നമ്മുടെ നെയ്ബേഴ്സ് ആകാം, ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ ഏൽപ്പിക്കും, എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അമ്മ എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ അത്രയും ചെറുപ്രായത്തിൽ, നമുക്ക് യാതൊരു അറിവുമില്ലാത്ത പ്രായത്തിൽ, ഇപ്പോൾ കിച്ചു എന്ന് പറഞ്ഞ ആ കൊച്ചിനെ യാതൊരു എന്താന്ന് പോലും അറിയാൻ വയ്യാത്ത പ്രായത്തിലാണ് സുധി ഈ സ്ത്രീയുടെ കയ്യിൽ ഈ കൊച്ചിനെ കൊടുക്കുന്നത്. ഇന്ദുവിൻ്റെ കയ്യിൽ ഈ കൊച്ചിനെ ഏൽപ്പിക്കുന്നത്. അവിടെ വളരെ നല്ല രീതിയിൽ തൻ്റെ സ്വന്തം മോനെ നോക്കുന്നതാണ് അവരെല്ലാം ആത്മാർത്ഥതയോടെ തൻ്റെ നെഞ്ചിൻ്റെ ചൂട് കൊടുത്ത് തൻ്റെ മോനെ പോലെ തന്നെ ഈ ഇന്ദു വളർത്തി. ഒരു 4 വർഷം നോക്കി എന്നാണ് പറയുന്നത്. അപ്പം എന്താന്ന് പോലെ അവർ ആ സുധിയുടെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും എല്ലാം അവർ അതിനകത്തൂടെ പറയുന്നുണ്ട് താനും. അവരത്രമാത്രം കിച്ചുവിനെ അവരത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഒരു കുഞ്ഞിനെ നോക്കിയവർക്ക് മാത്രമേ അതിൻ്റെ തീവ്രത പിടികിട്ടത്തുള്ളൂ. അത് പുറത്തുനിന്ന് ആർക്കും ഒന്ന് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. കാരണം ഒരമ്മ എന്ന നിലയ്ക്ക് ആ കുഞ്ഞിന് വേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യും. കുഞ്ഞിൻ്റെ വഴക്കാകാം, കുഞ്ഞിൻ്റെ കരച്ചിലാകാം, നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ ഉറക്കളിക്കുന്നവരായിരിക്കാം. കുഞ്ഞുറങ്ങാതെ നമ്മൾ ഉറങ്ങത്തില്ല, മനസ്സിലായോ? നമ്മൾ പ്രസവിച്ചതിന് ശേഷം ഏറ്റവും വലിയ റിസ്ക് 9 മാസം ചുമക്കുന്നത് അതൊരു സംഭവം തന്നെയാണ്. പക്ഷേ എങ്കിലും അതിന് ശേഷമാണ് ഒരമ്മ എന്ന നിലയ്ക്ക് നമ്മൾ നമ്മുടെ കടമകളിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും, സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റാതെ വരും. ഒരു കുഞ്ഞിനെ നോക്കുക നിസ്സാര കാര്യമാണോ? അതായത് ആ കുഞ്ഞെ ഒരു സ്വന്തമായിട്ട് നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നിടം വരെ നമ്മളൊരു കുഞ്ഞിനെ പോറ്റിക്കൊണ്ട് വരിക. അതായത് കുഞ്ഞ് ജനിച്ച നാൾ തൊട്ട് കുഞ്ഞിനെ ജനിക്കുന്ന നാൾ തൊട്ട് കുഞ്ഞിൻ്റെ ഓരോരോ സ്റ്റെപ്പുകളും കണ്ട് കുഞ്ഞ് നീന്തുന്നതും എന്താ പറയുക നടക്കുന്നതും കുഞ്ഞിന് പല്ല് വരുന്നതും കുഞ്ഞിൻ്റെ സംസാരവും രീതിയും ചിരികളും ഇതെല്ലാം പടിപടിയായിട്ട് കാണുന്നത് ആരാണ്? ഒരമ്മയാണ്. സുധിയെപ്പറ്റി ഈ ഇന്ദു എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരി പറയുന്നത് തൻ്റെ സ്വന്തം കൂടപ്പിറപ്പാണെന്നും തന്നെ സ്വന്തം പെങ്ങളെ പോലെയാണ് കണ്ടതെന്നുമാണ് പറയുന്നത്. അവസാനം ഇവരെന്ത് ചെയ്തു? സുധിക്ക് വേണ്ടി ഇവർ ശാലിനിയെ കാണാൻ പോകുന്നു. അപ്പോൾ ശാലിനിയുടെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ ഇന്ദു ശാലിനിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശാലിനി എന്താ പറഞ്ഞെന്നറിയാവോ? നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. കാരണം ശാലിനിക്ക് ഇതേപ്പറ്റി പറയാനേ താല്പര്യമില്ല. ശാലിനിക്ക് തിരിച്ചു പോകാനും താല്പര്യമില്ല. ശാലിനിക്ക് എപ്പോഴും ശാലിനിയുടെ മുഖ്യം ശാലിനിയുടെ കാമുകൻ മാത്രമായിരുന്നു എന്നാണ് നമുക്ക് ഈ ഇന്ദുവിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ശാലിനിയെപ്പറ്റി ഇന്ദു പറയുന്നത് വളരെ നല്ല സൗന്ദര്യമുള്ള, നല്ല വെളുത്ത, പൊക്കമൊക്കെ കുറഞ്ഞ,
നല്ല ഒരു സൗന്ദര്യ റാണിയായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്വന്തം മകനെ ഇട്ടിട്ട് പോകുന്ന ഒരമ്മയെ പറ്റി അവരിനി എത്ര സൗന്ദര്യമുണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രുതിക്ക് കിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ആ ശാലിനി ഇട്ടിട്ട് പോയി എന്ന് വെച്ചാൽ അവിടെയും നമുക്ക് അറിയില്ല. ശാലിനിക്ക് ഒരാളോട് ഇഷ്ടം തോന്നി, അവരൊരു നൃത്ത ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ അന്നത്തെ അവരുടെ പ്രായത്തിൽ അവർക്ക് ആരോടോ കാമം തോന്നി അവരങ്ങ് പോയി. ശരിക്കും ശ്രുതി ജീവിച്ചത് തൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ഇന്ദു പറയുന്നത്. എന്ത് കാര്യം കിച്ചു ചോദിച്ചാലും ശ്രുതി ആ സമയത്ത് അത് സാധിച്ചു കൊടുക്കുമായിരുന്നു പറയുന്നു. അതുപോലെ തന്നെ ആയിരിക്കാം ശ്രുതിയുടെ ആ ഒരു സ്വഭാവമായിരിക്കാം ശ്രുതിയുടെ അടുക്കലോട്ട് ആൾക്കാർ വരുന്നതും പെട്ടെന്ന് ശ്രുതി അട്രാക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു ഓരോ ആൾക്കാരെയൊക്കെ. അങ്ങനെ എന്തോ ഒരു പ്രത്യേക കഴിവ് ശ്രുതിക്ക് ഉണ്ടായിരുന്നിരിക്കാം. പിന്നീട് ഈ ഈ ഇന്ദു എന്ന് പറഞ്ഞ ഇവരെ പോകേണ്ടി വന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയൊക്കെ അവിടുന്ന് സ്ഥലം മാറി കൊല്ലത്തേക്ക് പോവുമായിരുന്നു അന്ന്. പിന്നീട് ശ്രുതിക്ക് ഓരോ പ്രോഗ്രാമിനൊക്കെ പോകണം, അങ്ങനെ പോകണം, അങ്ങനെ അത് പിന്നെ ഇവരങ്ങ് കോണ്ടാക്ട്സ് ഇല്ലാതായി. അതോടുകൂടി ഇവർ പിന്നെ അങ്ങ് മാറുകയും ചെയ്തു. പിന്നെ ഇവരുടെ കല്യാണമായി, അവരിന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അവർക്ക് ഈ ഇന്ദു എന്ന് പറഞ്ഞാൽ ഇവർക്കും സ്വന്തം അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവർക്ക് ആ വേദന അത്രത്തോളം അറിയാവുന്നത് കൊണ്ടാണ് അവർ ഈ കുഞ്ഞിനെ, കിച്ചുവിനെ സ്വന്തം മകനെ പോലെ ലാളിച്ചു വളർത്തിയത്. അപ്പോൾ ശരിക്കും ഇന്ദുവാണ് കിച്ചുവിൻ്റെ അമ്മ.